ഹലോ, വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പം നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഇല്ലെന്ന് പറയണ്ടപ്പോൾ ഇവിടെ ഇല്ലേ, ഡ്യൂട്ടിക്ക് പോകും, രാവിലെ പോയി രാത്രി കയറിയത്. ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് മാപ്പിളുടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇടയ്ക്ക് ഏതെങ്കിലും ശനി ഞായർ അങ്ങനെയെല്ലാം കാണാം. പിന്നെ ഇത്താത്തക്ക് ഇന്ന് നൈറ്റ് ആയതുകൊണ്ട് ഇത്താത്ത ഇന്ന് രാവിലെ ഇട്ടിട്ട് അല്ലെങ്കിൽ അധികം പോവും, അന്നേരം ഉണ്ടാവില്ല. പിന്നെ ആരിഫ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് നമ്മളെല്ലാവരും ഇപ്പം മൂന്നാളും മൂന്ന് വൈക്കാന്ന്. എന്തുണ്ട് ആരാ ഇത്താത്ത? ആരാ? അതെടുക്കങ്ങനെ വിളിക്കും, ഇത്താന്ന് വിളിക്കും, പേര് വിളിക്കും, റിഫാന്ന് വിളിക്കും. കൂടുതൽ അച്ചു റിഫ അങ്ങനെ വിളിക്കല്. അപ്പൊ നമ്മൾ മൂന്നാളിപ്പം മൂന്ന് വൈക്കാ കുറച്ചായിട്ട്. ആരിഫ പിന്നെ കുറച്ച് റെസ്റ്റിലാണ്, അതുകൊണ്ട് ആരിഫ അധികം വെയിറ്റില്ല. ആരിഫ വേറെ, ഞാൻ വേറെ. ഞാൻ ഇവിടെ തന്നെയാണ്. ഇവള് വേറെ. ഇവളിപ്പം ഈ വർഷം പോയത്, കുട്ടീനെ അവിടെ സ്കൂൾ ചേർത്ത് അങ്ങോട്ടേക്ക് മാറി. അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ടുഡേ സ്പെഷ്യൽ ആരിഫ ബീഫ് കറിയാണോ? അല്ലല്ലോ, എന്താണ്? വരട്ട്. അപ്പോൾ ആരിഫ നല്ല ടേസ്റ്റ്, സൂപ്പർ. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി ചേർന്നാൽ, നമ്മൾ മൂന്നാളും ചേരുമ്പോൾ വേറൊരു മൂന്നാളും കൂടി ചേരുന്നുണ്ട് പറയേ. അപ്പം എന്തായിരിക്കും അപ്പോൾ കുഞ്ഞലമ്മ അപ്പം നമുക്ക് ഒരു സ്പെഷ്യലാണ് അന്നത്തെ ദിവസം മൂന്നാളും കൂടി ചേരുമ്പോൾ. നമ്മൾ കൂടുതലിനെക്കാട്ടി രസമാണ് അവർ മൂന്നാലും കൂടിയാൽ. അപ്പം ഇന്ന് ആരിഫാൻ്റെ ബീഫ് പറഞ്ഞോളൂ. നിൽക്കലില്ല ഇപ്പൊ കുറേ ആയിട്ട്. ആരിഫ ഫുൾ ഫീൽഡ് ഔട്ടാണ്. വിശേഷമാണ്, 5 മാസം ആവാനായി. അപ്പം സോറി ഒന്ന് ഞാൻ കൂട്ടിയതാണ്. അപ്പോൾ നമുക്ക് ആരിഫാൻ്റെ ബീഫ് ഫ്രൈ കാണാം. അപ്പം ബീഫ് കറിക്ക് വേണ്ട ബീഫ് നമ്മൾ 6 പേരേ ഉള്ളൂ, എന്നാലും മതി. 1 കിലോ ബീഫ് ഇട്ടാ. 1 കിലോ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരിഫാൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന ഓടൊന്ന് ചോദിച്ചോക്കാം. എങ്ങനെ ഉണ്ടാക്കുന്ന ആരിഫ? അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കണ്ടോ നിങ്ങൾ? നമുക്ക് അത് പറയാൻ അറിയില്ല, ഉണ്ടാക്കുമ്പം കണ്ടോന്ന് പറയുന്നത്. നമുക്ക് വയ്യ, ഛർദിയാ ഉണ്ടാക്കുമ്പോൾ കാണാം. അപ്പം നാളെ നമ്മളെ അമിത കണ്ടോ, എൻ്റെ ടീഷർട്ടെല്ലാം എടുത്ത് ഇട്ടുന്നത്. പിന്നെന്താ ഇപ്പോൾ നമ്മൾ ഇത്രയും കാലം വീഡിയോ ചെയ്യാത്തതിന് എന്തെങ്കിലും പറയാനില്ല. ഒരാളെ വിളിക്കുമ്പോൾ ഒരാളുണ്ടാവില്ല, ഒരാളെ വിളിക്കുമ്പോൾ ഒരാളുണ്ടാവില്ല. ഇതാ ഇവളൊറ്റ ആൾ കാരണം ഇത് തുടങ്ങിയത്. ഭയങ്കര തുടങ്ങുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഞാൻ എന്തേലും ഇങ്ങനെ എടുത്തെടുത്തിടും. നമ്മളിങ്ങനെ സപ്പോർട്ടായിട്ടുണ്ടോ കേട്ടോ. സപ്പോർട്ട് മതി. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് ചെയ്യുക, ഇവിടെ വീഡിയോ കാണല്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് പറയും. പിന്നെ ഓള് ബാക്കിയുള്ളൊരു വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ നിൽക്കാറില്ല, ഓള് സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നതാണ് നമുക്ക് ഇഷ്ടം. അപ്പം ബീഫ് കറിൻ്റെ പരിപാടികൾ എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത്യാവശ്യം സെറ്റാക്കി കൊണ്ടുവരുന്നതാണ്. ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ചതക്ക. നമ്മൾ തലശ്ശേരി കണ്ണൂരുകാരല്ലേ, നമ്മൾ കണ്ണൂർ സ്ലാങ് മതി. നമ്മൾ രണ്ടും മിക്സാണ്. ഒന്ന് നമ്മൾ മലപ്പുറം, എൻ്റെ ഉപ്പാൻ്റെ നാട് മലപ്പുറത്താണ്. ഇൻഷാല്ലാ അവിടെ ഒരു ദിവസം പോകുമ്പോൾ അവിടെ മൊത്തം കാണിച്ചു തരാം. അപ്പോൾ രണ്ടും മിക്സായിട്ട് നമ്മൾ സംസാരിക്കും. അല്ല, ഇവിടുത്തെ സംസാരിക്കും, അവിടുത്തെ സംസാരിക്കാൻ പറ്റും. സൗണ്ട് വർഷം നെഞ്ചും കൂടെ കലക്കുകൾ. പിന്നില്ല മറ്റൊരു ആൾക്കാരെ കാണിച്ചത്, പക്ഷെ അവർ നിൽക്കൂല പറഞ്ഞാൽ. അപ്പോൾ പറയാണ്ടൊന്ന് കാണിച്ചരാ. വീഡിയോയിൽ നിൽക്കുന്ന ഇഷ്ടമില്ല, കണ്ട ഭയങ്കര കഥ പറച്ചില്ല. ഒരു മൂന്നാളും കൂടി ചേർന്ന്. അപ്പം ആരിഫാൻ്റെ ബീഫ് ഫ്രൈ എല്ലാം മിക്സ് ആക്കിയിട്ട് തന്നെ കുക്കറിലാക്കുന്നതാണ്. അപ്പോൾ ആദ്യം ബീഫ് ഇടുന്നുണ്ട്.
പിന്നെന്തായിരുന്നു ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ്. പിള്ളേർ 4 ആളും കൂടി ഒരാൾ ഉറങ്ങുന്ന തോന്നുന്നു അല്ലേ? 4 ആളുണ്ടോ? 4 ആളും കൂടി ചേർന്നാൽ പിന്നെ പറയണ്ട. ഓരോരു ടീം, നമ്മൾ 3 ആളൊരു ടീം, ഒരു 3 ആളൊരു ടീം, അങ്ങനെ ഇവിടെ 3 ടീമാണ്. അപ്പോൾ ചെറിയ ഉള്ളി, വെല്ലുള്ളി, തക്കാളി എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കുക്കറിലേക്ക് അങ്ങ് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി അല്ലേ, പച്ചമുളക്, അപ്പം അത് 3 കൂടി മിക്സാക്കിയിട്ട് കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഈ ചട്ടി. അപ്പോൾ ഇതിലിട്ടിട്ട് ഇത് മിക്സാക്കാൻ പറ്റുന്നില്ല. അത് നല്ലോണം കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ വലിയൊരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് മിക്സാക്കിയില്ല. ഇതിൽ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടണോ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. അപ്പോൾ എല്ലാം എടുത്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇട്ട അരിപ്പ് ഇതിൽ തക്കാളി, ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതിലിട്ട് നമുക്ക് പൊടികൾ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി കുറച്ചിടും. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇതിൽ അളവൊന്നുമില്ല, അല്ല എൻ്റെ അളവ് മാത്രമേ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളെ ഇഷ്ടത്തിന് അങ്ങ് എടുത്തിട്ടോ. കുരുമുളക് കുറച്ച് കൂടുതൽ. കുരുമുളക് ഇച്ചിരി കുറച്ച് കൂടുതൽ ഇട്ടോ, കാരണം കുരുമുളകിൻ്റെ ഉലുവ പോയിൽ മുകളിലുണ്ട്. വലിയ ജീരകം അല്ലേ, കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊന്ന് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യേണ്ട ആളൊന്നും അങ്ങോട്ട് പോയിട്ട് എളുപ്പം വരുന്നേ. ഒരു കോള് വന്നിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യണം. മതി 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 മതി. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, കാരണം ഈ ഉള്ളിയൊന്നും നമ്മൾ വാട്ടിരുന്നില്ലല്ലോ. നമ്മൾ ഓൾറെഡി ചിക്കൻ ബീഫിൽ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടല്ലേ. അപ്പോൾ ഇത് കൈ കൊണ്ട് നല്ലോണം മിക്സ് ആക്കണം. സ്പൂണ് വേണ്ട, ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കണം. അപ്പോൾ നല്ലോണം മിക്സാക്കി നമുക്കിത് ഉലുവ ഇട്ടിട്ടുണ്ട്. കുക്കറിലേക്ക് മാറ്റിക്കൂടെ? ഇന്ന് സൺഡേ ആണ്, നമ്മൾ സൺഡേ സ്പെഷ്യലാണ്. സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം നമ്മൾ ഇതുപോലെ സൺഡേ ഞാനും കൂടി ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇതുപോലെ ഇവിടെ വന്ന് കൂടും. ഒരുമിച്ചുണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ഇല്ലേ ഇടയ്ക്കിടയ്ക്ക് ജഗപൊകയാണ്. പക്ഷേ ഇങ്ങനെ കുറേ ദിവസം കാണാണ്ടിരിക്കുമ്പോൾ നല്ല സ്നേഹം. പക്ഷെ നമ്മളങ്ങനെ അടിയൊന്നുമില്ല. ഏത് ഏട്ടത്തി അനിയത്തിമാർ ഒരുമിച്ചുണ്ടാകുമ്പോൾ ഉള്ള ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും അല്ലേ ആരിഫ? പിന്നെ ഇത് ഈ സാധനത്തിന് വിശേഷമായി കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ വേറെ തന്നെ ഒരു സ്വഭാവമാണ്. എടുത്ത് കടലിൽ കൊണ്ടിടാൻ തോന്നും. എന്തൊരു സ്വഭാവമാണെന്ന് അറിയതിൻ്റെത്. ദേഷ്യം വാതിലെല്ലാം അടച്ചിട്ടൊരു പോക്ക. ഇന്നെന്തോ കൂളായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് സമാധാനത്തിൽ വീഡിയോ എടുക്കാം. അപ്പോൾ നല്ലോണം കൈകൊണ്ട് ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സാക്കിയാൽ ഇതിങ്ങനെ കിട്ടൂല. കൈ കൊണ്ട് നല്ലോണം മിക്സാക്കി കുക്കറിലേക്ക് മാറ്റാം. അപ്പം കൈയൊക്കെ നല്ലോണം കഴുകിയതല്ലേ? അയ്യോ കൈ കഴുകാൻ മറന്നുപോയിന്ന്. അപ്പം ഇനി ഇതൊന്നും പണിയില്ല. ഇത് ആയിക്കഴിഞ്ഞാലായോ? രണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കുറച്ച് കുരുമുളക് ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം വെള്ളം ഒഴിക്കണമെന്നില്ല, എന്നാലും ഒരു അടിക്കടിക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടോ. അപ്പം നമ്മളൊരു കാര്യം മറന്നു, ഒരു ഉപ്പിട്ടിട്ടില്ല പോലും. കല്ലുപ്പിട്ടോ, കാരണം വേകുമ്പോൾ കല്ലുപ്പല്ലോ നല്ല. അപ്പം കല്ലുപ്പിടുക.
സ്പൂൺ ഉണ്ട് അരിഫ. ചെറിയൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം മാത്രം, കാരണം ബീഫിൽ നിന്ന് വെള്ളം ഉള്ളി തക്കാളി തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അപ്പം ഇതിന് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെച്ചാൽ അത് വെച്ചിട്ടുണ്ടാകല്ലേ, നമ്മൾ റോട്ടിൽ പോലും ഇന്ന് ആരും ഹെൽമെറ്റ് ഇടുന്നില്ല. ഇപ്പം കണ്ട, വീട്ടിൽ ഡ്രൈവ് ആണെങ്കിലും ഹെൽമെറ്റ് ഇട്ടിട്ട് അവൻ ഹായ് പറഞ്ഞ ഹെൽമെറ്റ് ഇട്ടിട്ട് വീട്ടിൽ നിന്നാണെങ്കിലും വണ്ടി ഓടിക്കുള്ളൂ. കണ്ട, ഇതാണ് നമ്മളെ ആൾക്കാർ കണ്ടുപഠിക്കേണ്ടത്. ഇവിടെ രണ്ടും ഇവർക്ക് ഏത് നേരവും കരാട്ടയും കുസ്തിയാണ്. ഐസമ്മ തിരിച്ചിടവനാ, തിരിച്ച് മറിച്ചിട്. തല നോക്കണേ. ഇവര് മൂന്നാള് ഇതാ മതി മതി മതി. ബീഫ് കറിയിൽ ബീഫ് വരട്ടിയതാണ്. അപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരു 2 നല്ലോണം ബീഫ് വെന്തോട്ടെ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്താ പറയാനുണ്ട്? അതിൽ ആദ്യം എന്തെങ്കിലും പറയാനുണ്ടോ? അത് നമ്മൾ പറഞ്ഞ് ഓൻ്റെ ഉമ്മാൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, നമ്മൾ അറിഞ്ഞില്ല അല്ലേ? അറിഞ്ഞ്. ഓ ഓ എന്താ അയ്യോ സോറിയാ, ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്ത് ഓൻ പറഞ്ഞിട്ടെ. ഓനിക്ക് പറയണം പോലെ പറഞ്ഞു. ഗർഭപാത്രോ? ചോറ് കൊണ്ട് പോവാൻ ചോറിന് കുറച്ച് വെള്ളം വെക്കട്ടെ. അപ്പൊ നമുക്ക് ഈ ബീഫ് കറി ഒന്ന് ഇറക്കി വെക്കാം, ഈ ചോറ് ഇവിടെ വെക്കാം. അപ്പൊ ബീഫ് കറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുവാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊന്ന്, ഇതിപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. ചെറിയൊരു കംപ്ലൈൻറ്റ് കുക്കറിന്, അപ്പം വിസിൽ വന്നത് നമ്മൾ നേരെയായിട്ട് അങ്ങനെ അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാവട്ടെ. എണ്ണ തിളച്ചാൽ എന്താ ഇപ്പോൾ ഒരു 3-4 കായ്മുളകില്ലേ അതിടാം, ഉണക്കമുളക്. ഇനി ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കുറച്ച് മല്ലിച്ചപ്പ് വേണം ഇവിടെ ഇട്ടിട്ട് ഒന്ന് വറ്റിയാൽ, കാരണം ഇച്ചിരി ഗ്രേവി നിന്നോട്ടെ, കാരണം പൊറോട്ടക്ക് ഗ്രേവി വേണ്ടേ, അധികം വറ്റിക്കണ്ട. അപ്പോൾ ഇതൊന്ന് ഇച്ചിരി ഒന്ന് ഈ കുരുമുളകിൻ്റെ ഇതൊക്കെ ഒന്ന് ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ ഓഫാക്കാം. കാരണം ഓൾറെഡി ബീഫ് നല്ല വെന്തിട്ടുണ്ട്. വിസിൽ നമ്മൾ കറക്റ്റ് വരാത്തതുകൊണ്ട് നല്ലോണം വരുന്നില്ല. അപ്പോൾ നല്ലോണം ബീഫ് വെന്ത് പോയിട്ടുണ്ട്. അപ്പം ഇനി അധികം വേപ്പിച്ചാൽ പിന്നെ ജ്യൂസ് പോലെ ഉണ്ടാവും. എൻ്റെ കുഴപ്പമില്ല, കുക്കറിൻ്റെ ഞാൻ നിൻ്റെ കുഴപ്പമെന്നറിയില്ല പറഞ്ഞു കൂട്ടി. കുക്കറിൻ്റെ കുഴപ്പമാണേ. ഇനി ഇവളെ കുഴപ്പമെന്നുണ്ടെങ്കിൽ ഇത് വിട്ടിട്ട് ഇപ്പോൾ ഇവിടുന്ന് പോകും. ഇപ്പോഴത്തെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ എന്താ പറയുക, പകലാന്ന് പറഞ്ഞാൽ പകൽ, രാത്രിയാന്ന് പറഞ്ഞാൽ രാത്രി എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇനി ജസ്റ്റ് ഒന്ന് മൂടി വെച്ചേ, ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി വെച്ചാൽ പറ്റില്ലല്ലോ. ഓക്കെ എന്നാൽ. അപ്പോൾ ഇതിപ്പം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ വേവന്നെ എന്താ പറയുക, അതിപ്പോൾ ഇതൊന്ന് മിക്സായി കഴിഞ്ഞാൽ ഓഫാക്കി എടുക്കാം. ഓക്കെ, അപ്പം ഇച്ചിരി മല്ലിച്ചപ്പും കൂടി ഞാൻ എടുക്കാം. മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ നല്ല രസമാണ്.
ബീഫ് കറിയിൽ നല്ല ഞാനിടും. മതിയില്ലേ? അപ്പം നമുക്ക് പൊറോട്ടയും നല്ല ബീഫ് കറിയും കഴിക്കാം. ഓക്കെ, വരട്ടിയെടുക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ആരിഫ പറഞ്ഞു എല്ലാവർക്കും ഗ്രേവി വേണ്ടതുകൊണ്ട് അധികം അങ്ങോട്ട് വറ്റിക്കുന്നില്ല. ബീഫ് കറി എങ്ങനെ ഉണ്ട്? സൂപ്പർ സൂപ്പർ. തിന്നാ? സൂപ്പർ. തിന്നോ? തിന്നിട്ട് പറയും. സൂപ്പർ സൂപ്പർ. കഴിക്ക്. അടിപൊളിയാ? എങ്ങനെ ഉണ്ട്? ആ, മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല. അടിപൊളിയല്ലേ? ഉള്ളി മുറിച്ചര. അപ്പോ ഇപ്പം നമ്മൾ ബീഫ് കറിയായി. എല്ലാവരും ഇതാ തിന്ന്. അപ്പോൾ ഗൈസ്, ബീഫ് ഫ്രൈ അടിപൊളിയായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ എല്ലാവരും പിന്നെ വീഡിയോൻ്റെ കാര്യം മറന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.